ഉള്ള വൈദ്യുതി കണക്ഷൻ KSEB അങ്ങ് നിഷേധിക്കുന്നു, വൈദ്യുതി വിച്ഛേദിക്കുന്നു. ഇപ്പോൾ ഇതാ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവമ്പാടിയിൽ ആണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. അജ്മലിന്റെ മാതാവ്, വൃദ്ധരായ മാതാപിതാക്കൾ, രോഗിയായ പിതാവ് ഒക്കെ വൈദ്യുതി കണക്ഷൻ നഷ്ടമായി ബുദ്ധിമുട്ടുകയായിരുന്നു. നജ്മൽ KSEB ഓഫീസിൽ വന്ന് കുഴപ്പങ്ങളുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ഓഫീസിൽ അക്രമം നടത്തി ഒക്കെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ തന്നെ അങ്ങ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് KSEB എത്തിയത്. ഇപ്പോൾ രാവിലെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ മന്ത്രിയും അജ്മലിൻ്റെ മാതാവും പങ്കെടുത്തിരുന്നു. അതിൽ മന്ത്രി ഉറപ്പ് നൽകിയത്, പക്ഷേ മന്ത്രി രാവിലെ ഉറപ്പ് നൽകിയിട്ടത് ഈ രാത്രിയാണ് ഇതിന്മേലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. KSEB ചെയർമാൻ അതിന്മേൽ നിർദ്ദേശം നൽകിയിട്ടും വളരെ വൈകിയാണ് നടപടികളിലേക്ക് കടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമടക്കം നടന്ന ശേഷം ദീപക് മലയമ്മയുടെ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ നൽകുകയാണോ? എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, ഏറ്റവും ഒടുവിൽ എല്ലാ ചർച്ചകളും കഴിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ തന്നെ കണക്ഷൻ കൊടുക്കാനുള്ള തീരുമാനം KSEB എടുത്തിരിക്കുന്നു. അല്പം മുൻപാണ് അത് തഹസിൽദാർ അറിയിക്കുകയും ചെയ്തത്. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IASന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടി സെഷനിലെ KSEB ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട നടപടികൾ പൂർത്തിയാക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ KSEBയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അജ്മൽ എന്ന യുവാവ് പ്രതിഷേധത്തിന്റെ ഭാഗമായി KSEB തിരുവമ്പാടി സെഷൻ ഓഫീസിലേക്ക് എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രതിഷേധം അതിരുകടക്കുകയും ഓഫീസിനകത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. KSEB തുടർന്ന് ഒരു പരാതി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അജ്മലിനെയും അജ്മലിന്റെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് KSEB ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വിചിത്രമായ ഒരു ഉത്തരവ് KSEB ചെയർമാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഈ കൃത്യം നടത്തിയിട്ടുള്ള ആളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ കൂടി വിച്ഛേദിക്കാനുള്ള ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം മുതൽ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് റസാഖും മറിയവും പോകുന്നു. അങ്ങനെ ഒരു പ്രതിഷേധവുമായി മെഴുകുതിരി കത്തിച്ച പ്രതിഷേധം ആരംഭിക്കുന്നു റസാഖും മറിയവും. അതിനിടയിൽ രോഗിയായിട്ടുള്ള റസാഖ് കുഴഞ്ഞു വീഴുന്ന കാഴ്ചയടക്കം ദൃശ്യങ്ങളിലൂടെ കേരളം കണ്ടിട്ടുള്ളതാണ്. അതിന് പിന്നാലെ തന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് CMDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു. ഇന്ന് രാവിലെ മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കം ഈ വിഷയത്തിൽ ന്യായീകരണവുമായി ആദ്യഘട്ടത്തിൽ വന്നുവെങ്കിലും രാവിലെ കോഫി വിത്ത് അരുണിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ മറിയവും മന്ത്രിയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു. ആ അവസ്ഥയിലാണ് കൃത്യമായി പരിശോധിക്കാമെന്നും അക്രമം ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നുമുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ ഏറെ നേരം നീണ്ട ആലോചനകൾ പിന്നീട് നടന്നു. ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് മന്ത്രി തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൃത്യമായി വൈദ്യുതി നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം CMDക്ക് നൽകിയിട്ടുണ്ട് എന്ന്. എന്നിട്ടും പിന്നീടും മണിക്കൂറുകൾ പിന്നിടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇന്ന് ആശുപത്രി വിട്ടെത്തിയ റസാഖും മറിയവും വീടിൻ്റെ മുൻവശത്ത് ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത് ആണ് പിന്നീട് കാണാൻ സാധിച്ചത്. ആ പ്രതിഷേധം രാത്രിയിലേക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ CMD തന്നെ ഒരു പ്രത്യേക പ്രസ്താവന പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ആ പ്രസ്താവന പ്രകാരം പറയുന്നത് ഇനി അക്രമ സംഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ വൈദ്യുതി നൽകാൻ KSEB തയ്യാറാണെന്ന്. അങ്ങനെ കളക്ടർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു. കളക്ടർ ഒരു താമരശ്ശേരി തഹസിൽദാരെ ഇവിടേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വീട്ടിലെത്തിയ തഹസിൽദാർ നൽകിയിരിക്കുന്ന ഒരു നോട്ടീസ് എന്ന് പറയുന്നത് അത് അതിൽ പരം വിചിത്രമായിരുന്നു. അതായത് ആ നോട്ടീസ് പ്രകാരം പറഞ്ഞത് തൻ്റെ മക്കൾ ചെയ്തിരിക്കുന്ന കുറ്റത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു, നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതി നൽകി ഒപ്പിട്ട് നൽകാനായിരുന്നു. എന്നാൽ അങ്ങനെ ഒപ്പിട്ട് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് റസാഖും മറിയവും സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രതിഷേധം വീണ്ടും കനത്തു പോകുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ വീണ്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടക്കുകയും കളക്ടർ തന്നെ കൃത്യമായി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഉപാധികളില്ലാതെ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം അങ്ങനെ കളക്ടർ നൽകി. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുവമ്പാടി സെഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളതും ഈ ലൈൻ കണക്ട് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അന്ന് പോസ്റ്റിൽ നിന്ന് വിച്ഛേദിച്ച ആ ഒരു ഭാഗത്ത് അത് പൂർണ്ണമായും റീകണക്ട് ചെയ്യുന്ന നടപടികളാണ് പൂർത്തിയായത്. പൊതുവെ വൈദ്യുതി കുടിശ്ശിക ഉണ്ടെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തുകയും വീട്ടിലെ ഫ്യൂസ് ഊരുന്ന നടപടിയുമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ പലതരത്തിൽ ഇതിൻ്റെ സ്വഭാവം മാറിപ്പോവുകയും
തകർക്കുകയും അക്രമകരമായ സാഹചര്യം ആ വീട്ടിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSEB ഉദ്യോഗസ്ഥർ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് പോകുന്ന കണക്ഷൻ തന്നെ വിച്ഛേദിക്കുകയുമായിരുന്നു. പക്ഷേ അത് ഒരു ബലാബലം എന്നുള്ള നിലയിൽ ഇത്രയും സമയം നീണ്ടുപോയി. KSEBയും ആ നിലയിൽ തന്നെ ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കാണുകയും ആ പോരാട്ടം അങ്ങനെ കനത്തു പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ KSEB പുറത്തിറക്കിയ ഒരു പ്രത്യേക തരം ഓർഡർ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇത്തരത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇപ്പോൾ മുകളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ ഒരു നടപടിയെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാരിന്റെ പരാജയം, സർക്കാർ മുട്ടുമടക്കി, ബിജു പ്രഭാകർ മുട്ടുമടക്കി, KSEB മുട്ടുമടക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ കൂടി നേതാവ് കൂടിയായിട്ടുള്ള അജ്മലിന്റെ ഭാഗത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംഭവവികാസങ്ങൾ ഉണ്ടായത്. ആ സംഭവവികാസങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആ കുടുംബത്തിനെ ഇരുട്ടിലാക്കുന്ന നിലപാട് KSEB സ്വീകരിച്ചപ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതാണ്. ഇനിയിപ്പോൾ ഈ മെയിൻ ഫീഡറിൽ നിന്നുള്ള ഫ്യൂസ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് പൂർണ്ണമായും വൈദ്യുതി എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ അത് പൂർണ്ണമായും അജ്മലിന്റെ വീട്ടിലും ഇന്നലെ മുതൽ ഇരുട്ടിലായിരുന്ന സാഹചര്യം മാറും. പൂർണ്ണമായും പ്രകാശത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഉപാധികൾ ഒന്നുമില്ലാതെ തന്നെ പോരാട്ടത്തിലൂടെ, സമരത്തിലൂടെ, കൃത്യമായ നീക്കങ്ങളിലൂടെ തന്നെ ആ വിജയം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി KSEB ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഒരാളുടെ മകനോ മകളോ തെറ്റ് ചെയ്താൽ അതിന് അച്ഛനെയും അമ്മയെയും ശിക്ഷിക്കുക എന്ന് പറയുന്ന തരത്തിൽ പ്രാകൃതമായ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. നമുക്ക്